നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സത്യാഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരം പോരാടിയ മഹാത്മാവിന്റെ സ്മരണയിൽ രാജ്യം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണത്. ഗാന്ധി എന്ന പേരും മുഖവും ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. എങ്കിലും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറ എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ചോദ്യം. കേവലം അർദ്ധനഗ്നനായ ഫക്കീർ അല്ലായിരുന്നു ഗാന്ധി. ബ്രിട്ടീഷ് സാമ്രാജ്യം തോറ്റുമടങ്ങിയത് തോക്കുകൾക്ക് മുന്നിലല്ല, അഹിംസ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാവ് നയിച്ച സമരങ്ങൾക്ക് മുന്നിലാണ്. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഉപ്പ് ഉയർത്തിപ്പിടിച്ചു പോലും ഒരു വൻ സമരം നയിക്കുക, ലോകമെങ്ങും അത് ചർച്ച ചെയ്യുക, ഇതെല്ലാം ഗാന്ധിക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളായിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ മുഴുവൻ ആയുധവും അദ്ദേഹത്തിന് മുന്നിൽ അപ്രസക്തമായി. ഒരു ജനത ഒന്നിച്ചു നിന്നാൽ ഏറ്റവും ശക്തമായ സമരമാർഗം നിസ്സഹകരണമാണെന്ന് ഗാന്ധി തെളിയിച്ചു. വിഭജന രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ഉയർത്തിയ മാനവികതയുടെ രാഷ്ട്രീയം തന്നെയാണ് വർഗീയവാദികളെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജീവനെടുത്തതും അതേ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ദേശത്തിന്റെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് കരുത്താകട്ടെ. വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷര ലോകത്തേക്ക് ചുവടുവെച്ചു. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നു. നവരാത്രി പ്രമാണിച്ച് ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപത്തിൽ സംഗീതാർച്ചനകളും മറ്റു കലാപരിപാടികളുമുണ്ടായി. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദുർഗാദേവിയായി അവതരിച്ച പാർവതീദേവി 9 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ മഹിഷാസുരനെ വധിച്ചു എന്നാണ് ഐതിഹ്യം. മഹിഷാസുരന്റെ വധത്തിന്മേലുള്ള വിജയത്തിന്റെ ആഘോഷമാണ് വിജയദശമി. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമായും വിജയദശമിയെ കാണുന്നു. വിജയദശമി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രങ്ങളിൽ സരസ്വതി പൂജ, എഴുത്തിനിരുത്തൽ എന്നിവ നടന്നു. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയദശമി ആഘോഷത്തോടനുബന്ധിച്ച് പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ബോധിക്ഷേത്രത്തിലും നവരാത്രി ആഘോഷം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വിജയദശമി ദിവസം എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. 100 കണക്കിന് കുട്ടികൾ ക്ഷേത്രത്തിലെത്തി വിദ്യാരംഭം കുറിച്ചു. വിനയഗോപാൽ, ആനം, ശങ്കരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എഴുത്തിനിരുത്തൽ ചടങ്ങ് നടത്തിയത്. Ay.
പറയാൻ പറ്റും. കഴിയാറായിട്ടോ. പട്ടാമ്പി നഗരത്തിലെ ആരാധന ജ്വല്ലറി കവർച്ച കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. പട്ടാമ്പി ടൗണിലെ ആരാധന ജ്വല്ലറി കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഒരാൾ കൂടി പട്ടാമ്പി പോലീസിന്റെ പിടിയിലായി. ചാലക്കുടി എരിഞ്ഞപ്ര സ്വദേശി മാളക്കാരൻ വീട്ടിൽ 53 വയസ്സുള്ള ജോസാണ് പട്ടാമ്പി പോലീസ് പിടിയിലായത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചാണ് പട്ടാമ്പി പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിനു ശേഷം കളവ് മുതൽ പങ്കിട്ടെടുത്ത് സ്ഥലത്തുനിന്ന് മുങ്ങിയ ജോസ് ആദ്യം കോഴിക്കോടെത്തുകയും തുടർന്ന് കൂലിപ്പണിക്കായി എന്ന പേരിൽ വയനാട് ബത്തേരിയിൽ എത്തുകയുമായിരുന്നു. നീളം താടിയും മുടിയുമുള്ള ജോസ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുടിവെട്ടി താടി ക്ലീൻ ഷേവ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മാറിയിരുന്നു. ജ്വല്ലറി കവർച്ചയിൽ നേരത്തെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനു, ചങ്ങരംകുളം സ്വദേശി റഫീഖ് എന്നിവർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതോടെ കേസിൽ ഉൾപ്പെട്ട 3 പേരെയും പോലീസ് പിടികൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പട്ടാമ്പി ടൗണിലെ ആരാധന ജ്വല്ലറി കുത്തിത്തുറന്ന് പ്രതികൾ 8 പവനോളം സ്വർണ്ണാഭരണവും പണവും മോഷ്ടിച്ചത്. ടൗണിൽ നടന്ന മോഷണം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ വലിയ ആശങ്കയിൽ അകത്തിയിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടിയത്. മോഷണം നടന്ന 3 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതും വലിയ നേട്ടമായാണ് പട്ടാമ്പിക്കാരും നോക്കിക്കാണുന്നത്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ, പട്ടാമ്പി CI അൻഷാദ്, SI ഉദയകുമാർ, ASI റഷീദ്, സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI അബ്ദുൾ റഷീദ്, ബിജു, മിജേഷ്, റിയാസ്, സജിദ്, ഷൻഫീർ, കമൽ, സജിദ്, നൌഷാദ് ഖാൻ, സന്ദീപ്, മുരുകൻ, പ്രശാന്ത് എന്നിവരടങ്ങിയ ടീമാണ് പ്രതികളെ പിടികൂടിയത്. ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ വീണ്ടും അപകടം. ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്ങോട്ടുകര പഴയ സത്യം ടാക്കീസ് പരിസരത്ത് ലോറി മറിഞ്ഞു. ചെറുതുരുത്തി ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാലിയായ ലോറിയാണ് റോഡിൽ മറിഞ്ഞത്. അപകടത്തിൽ ആളപായമില്ല. റോഡിന്റെ സൈഡിലുള്ള PWD കൾബർട്ട് ഭിത്തിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 4 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ സഹകരണത്താൽ സംഭവ സ്ഥലത്തു നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വാഹനം എടുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സംഭവ സ്ഥലത്തു നിന്നും 200 മീറ്റർ മാറി കഴിഞ്ഞ ദിവസം രാത്രി 10:30 ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലപ്പുറം മോങ്ങം മൊറയൂർ സ്വദേശി മുഹമ്മദ് ഷാഫി മരണപ്പെട്ടിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ KMPU തൃത്താല മേഖലാ സമ്മേളനം സമാപിച്ചു. 2026 ഫെബ്രുവരി 28 കണ്ണൂരിൽ നടക്കുന്ന 3ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മേഖലാ സമ്മേളനം നടത്തിയത്. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടന്ന മേഖലാ സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ ഉദ്ഘാടനം ചെയ്തു. നല്ല ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിലും നല്ല പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല ഒരു കമ്മിറ്റിയായിട്ട് തൃത്താല മേഖലാ കമ്മിറ്റി ആരട്ടത് ആദ്യമായി തന്നെ പറയണം. KMPUവിൻ്റെ സംസ്ഥാന കൺവെൻഷൻ സംസ്ഥാന സമ്മേളനം 2026 ഫെബ്രുവരി 26-27 തീയതികളിൽ കണ്ണൂരാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ അംഗങ്ങളും ഈ ഇരിക്കുന്ന എല്ലാവരും ആ സമ്മേളനത്തിൽ എത്തണം. 2 ദിവസങ്ങളിലെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KG സണ്ണി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു. പൊതുചർച്ച, തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. സംസ്ഥാന സമിതി അംഗങ്ങളായ C മൂസ പെരിങ്ങോട്, പ്രദീപ് ചെറുവശ്ശേരി, ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. മേഖലാ രക്ഷാധികാരികളായ വീരാവണ്ണി മുള്ളത്ത്, ഉമാശങ്കർ എഴുമങ്ങാട്, മെമ്പർ SM അൻവർ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി വീരാവണ്ണി മുള്ളത്ത്, CK ഉണ്ണികൃഷ്ണൻ, ഉമാശങ്കർ എഴുമങ്ങാട്, പ്രസിഡന്റായി TVM അലി, സെക്രട്ടറി V രഘുകുമാർ, ട്രഷറർ CV മുഹമ്മദ് റഹീസ് എന്നിവരെയും വൈസ് പ്രസിഡന്റായി ശിവപ്രസാദ്, ഷിബിൻ, ജോയിന്റ് സെക്രട്ടറിമാരായി മധു കൂറ്റനാട്, SM അൻവർ എന്നിവരെയും 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.
2025-26 വർഷത്തെ തൃത്താല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ഒക്ടോബർ 4 ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ പ്രാഥമിക ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചാത്തന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ ക്ഷീരകർഷക സംഗമം നടത്തുന്നത്. കറുകപ്പത്തൂർ ഷംല പാലസിൽ നടക്കുന്ന ക്ഷീരകർഷക സംഗമം പൊതുസമ്മേളനം ശനിയാഴ്ച രാവിലെ 11-ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റെജീന ഉദ്ഘാടനം ചെയ്യും. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുഹറ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ക്ഷീരപ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ഡയറി ക്വിസ്, തത്സമയം പാലുൽപ്പന്ന നിർമ്മാണം, ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, ആസിഡ് ന്യൂനത പരിഹരണം, ഭരണസമിതിയുടെയും സെക്രട്ടറിമാരുടെയും ചുമതല എന്നീ വിഷയങ്ങളെക്കുറിച്ച് സെമിനാർ, മുതിർന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ, സമ്മാന വിതരണം, യുവകർഷകരെ ആദരിക്കൽ, ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന ക്ഷീരസംഘത്തിനെ ആദരിക്കൽ എന്നിവ നടക്കും. സംഗമത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷീരകർഷകർക്ക് വിജ്ഞാനപ്രദമായ വൈവിധ്യങ്ങളായ പല പരിപാടികളും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഡയറി ക്വിസ് ഉണ്ട്. അതേപോലെ ഡയറി ക്വിസോട് കൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷീര പ്രദർശനമുണ്ട്, ലൈവായിട്ടുള്ള പാലുൽപ്പന്ന നിർമ്മാണമുണ്ട്, ക്ഷീരകർഷക സെമിനാർ ഉണ്ട്, അതിനുശേഷം പൊതുസമ്മേളനം ഉണ്ട്. ഇങ്ങനെയാണ് പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റെജീന അവറുകളാണ്. ശ്രീമതി ടി. സുഹറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി നടക്കുന്നത്. സംഗമത്തിന്റെ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മിൽമ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, 24 ക്ഷീരസംഘങ്ങളിൽ നിന്നായി 350ഓളം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രാഥമിക ക്ഷീര സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബ്ലോക്ക് തലത്തിലുള്ള ക്ഷീരോത്സവം അതിന്റെ സംഘാടനം നടത്തുന്നത്. മിൽമയുടെ അറ്റലാഭത്തിന്റെ ഏതാണ്ട് 98% കർഷകരുടെ ക്ഷീരകർഷകർക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. കാലിത്തീറ്റ സബ്സിഡിയുമായൊക്കെ ക്ഷീരകർഷകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാട് മിൽമയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിക്കൊണ്ട് ക്ഷീരമേഖല മെല്ലെ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. അത് കൂടുതൽ മെച്ചത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകളും പരിഹാര നിർദ്ദേശങ്ങളും ഈ ക്ഷീരസംഗമത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി.പി. സെയ്തലവി, സ്വാഗത സംഘം കൺവീനർ തൃത്താല ക്ഷീരവികസന ഓഫീസർ ടി.കെ. പ്രസന്ന, ചാലുശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് പി.ബി. സുനിൽകുമാർ, ആലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് എ.പി. ശക്തി, കോതച്ചിറ ക്ഷീരസംഘം പ്രസിഡന്റ് സി.കെ. കുട്ടിനാരായണൻ എന്നിവർ പങ്കെടുത്തു. കളരിപ്പണിക്കർ ഗണക കണിശ സഭ പാലക്കാട് ജില്ലയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ദൈവജ്ഞ ആചാര്യ ദിനത്തോടനുബന്ധിച്ച് ദൈവജ്ഞ ആചാര്യ പുരസ്കാരം സമർപ്പിച്ചു. തൃത്താല മേഴത്തൂർ സ്വദേശി കളരിക്കൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം സമർപ്പിച്ചത്. ജ്യോതിഷത്തിലും സംസ്കൃതത്തിലും ആലൂർ ഉണ്ണിപ്പണിക്കരുടെ ശിഷ്യനായിരുന്നു മേഴത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ. ജ്യോതിഷത്തിന്റെ ബാലപാഠങ്ങൾ അച്ഛൻ നാരായണ പണിക്കരിൽ നിന്നും ജ്യേഷ്ഠൻ ഗംഗാധര പണിക്കരിൽ നിന്നും സ്വായത്തമാക്കി. ആറാട്ടുപുഴ ശാസ്താക്ഷേത്രം, ചങ്ങരംകുളം ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രം, ദേശമംഗലം കളവർക്കോട് ഭഗവതി ക്ഷേത്രം, ചാവക്കാട് തിരുവത്ര ശിവക്ഷേത്രം തുടങ്ങി പ്രശസ്തമായ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ദൈവപ്രശ്നങ്ങളിൽ പ്രശ്നാചാര്യനായിരുന്നു മേഴത്തൂർ ഉണ്ണികൃഷ്ണ പണിക്കർ. പ്രശസ്ത ജ്യോത്സ്യൻ മേഴത്തൂർ മുകുന്ദൻ പണിക്കർ ജ്യേഷ്ഠ സഹോദരനാണ്. ചടങ്ങിൽ വിജയൻ മംഗലം, ശ്രീവത്സൻ മംഗലം, രവി നഗലശ്ശേരി, മനോജ് ദേശമംഗലം, രാജേഷ് പെരിങ്ങോട്, പ്രമോദ് വാടാനംകുറിശി, മോഹനൻ കുറ്റിപ്പുറം എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.